നമസ്കാരം. പ്രധാന വാർത്തകൾ. ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ്. 9 വയസ്സുകാരിയുടെ വലതുകൈ മുറിച്ചുമാറ്റി. ചികിത്സാ പിഴവ് മറച്ചുവെക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചതായി ആരോപണം. കുട്ടിക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് കുടുംബം. മന്ത്രി കെ കൃഷ്ണൻകുട്ടി കർഷകരെ വഞ്ചിച്ചെന്ന് മുൻ MP രമ്യ ഹരിദാസ്. MLA എന്ന നിലയിൽ കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പോലും മന്ത്രി ശ്രമിച്ചില്ല. ചിറ്റൂരിൽ കോൺഗ്രസിന്റെ സ്വദേശ രക്ഷാ പദയാത്ര പ്രയാണം. എയിംസ് വിവാദങ്ങളിൽ സർക്കാരിന് താൽപര്യമില്ലെന്ന് മന്ത്രി കെ രാജൻ. വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന സമീപനമല്ല കേരളത്തിന്റേതെന്നും മന്ത്രി. എയിംസ് വിഷയത്തിൽ കേന്ദ്രവുമായി ഒരു തർക്കവുമില്ലെന്നും പൊതുചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് സ്ഥലം കണ്ടെത്തിയതെന്നും കെ രാജൻ. മയക്കുമരുന്ന് കേസിൽ പിടികിട്ടാപ്പുള്ളിയായി കോടതി പ്രഖ്യാപിച്ച കേസിലെ പ്രതിയെ മേലാറ്റൂരിൽ വെച്ച് ഷൊർണൂർ പോലീസ് പിടികൂടിയത് ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി നേരത്തെയുള്ള വിലാസത്തിൽ നിന്നും മാറി മേലാറ്റൂരിൽ വാടക വീട്ടിൽ കുടുംബത്തോടൊപ്പം ഒളിവിൽ കഴിയുന്നതിനിടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കയ്യിൽ വെച്ച് വിൽപ്പന നടത്തുകയായിരുന്ന വാടാനംകുറിശി സ്വദേശി എക്സൈസിന്റെ പിടിയിൽ. RSS 100ാം വാർഷികത്തിന്റെ ഭാഗമായി 1 വർഷം നീളുന്ന പരിപാടികൾക്ക് തുടക്കം. വിജയദശമി സായാഹ്നത്തിൽ സംഘടനയുടെ കരുത്തറിയിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ പഥസഞ്ചലനം. കേരള കലാമണ്ഡലത്തിന് ചരിത്ര നിമിഷം. കഥകളിയിൽ മുസ്ലിം പെൺകുട്ടി അരങ്ങേറ്റം കുറിച്ചു. 15-കാരി സാബ്രി ഇനി മുതൽ കലാമണ്ഡലം സാബ്രി. വാർത്തകൾ വിശദമായി. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചുമാറ്റി. പല്ലശ്ശേന ഒഴുപാറ വിനോദിന്റെ മകൾ വിനോദിനിക്കാണ് ചികിത്സാ പിഴവിനെ തുടർന്ന് വലത് കൈ നഷ്ടമായത്. പിഴവ് മറച്ചുവെക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചതായി ആരോപണമുയർന്നു. കുട്ടിക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് കുടുംബവും ആരോപിച്ചു. പല്ലശ്ശേന ഒഴുവുംപാറ വിനോദിന്റെയും പ്രസീതയുടെയും മകൾ വിനോദിനിക്കാണ് ചികിത്സാ പിഴവിനെ തുടർന്ന് വലത് കൈ നഷ്ടമായത്. പിഴവ് മറച്ചുവെക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചതായി ആരോപണം. കുട്ടിക്ക് ജില്ലാ ആശുപത്രിയിൽ മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് കുടുംബം ആരോപിച്ചു. മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നും ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടിയ കുടുംബം ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും കളക്ടർക്കും പരാതി നൽകി. കഴിഞ്ഞ മാസം 24-ന് സഹോദരനൊപ്പം കളിക്കുന്നതിനിടെ കുട്ടി വീണതിനെ തുടർന്ന് കൈക്ക് പരിക്കേറ്റു. ഉടൻ തന്നെ ചിറ്റൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ നിന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പാലക്കാട് എത്തിച്ച ശേഷം സ്കാനിംഗ്, എക്സ്റേ എന്നിവയ്ക്ക് ശേഷം ഡോക്ടർ കൈക്ക് പ്ലാസ്റ്റർ ഇട്ട് നൽകി വീട്ടിലേക്ക് അയച്ചു. രാത്രി കുട്ടിക്ക് കടുത്ത വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് 25-ന് ഞായറാഴ്ച വീണ്ടും ജില്ലാ ആശുപത്രിയിൽ പോയി. എല്ല് പൊട്ടിയതുകൊണ്ടാണ് വേദനയെന്നും ഗുളികകൾ നൽകിയാൽ മതിയെന്നും ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച വന്നാൽ മതിയെന്നും അറിയിച്ച് ഇവരെ തിരിച്ചയച്ചു. വെള്ളിയാഴ്ച പോകാനിരുന്ന കുടുംബം ചൊവ്വാഴ്ച തന്നെ വീണ്ടും ആശുപത്രിയിലെത്തി പരിശോധിച്ചപ്പോഴേക്കും കുട്ടിയുടെ കൈ കറുപ്പ് നിറമായി മാറിയിരുന്നു. കൈയിൽ രക്തയോട്ടം നിലച്ച് പഴുപ്പ് കയറാൻ തുടങ്ങിയിരുന്നു. ഉടൻ തന്നെ കുട്ടിയെ കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. കോഴിക്കോട് എത്തിച്ചപ്പോൾ കൈയിൽ പഴുപ്പ് ആഴത്തിൽ ബാധിച്ചതിനാൽ കൈ മുറിച്ചുമാറ്റുകയല്ലാതെ മറ്റ് മാർഗമില്ലെന്ന് അവിടുത്തെ ഡോക്ടർമാർ അറിയിച്ചു. പിന്നെ കുട്ടിക്ക് ഇവിടെ വന്നപ്പോഴും എനിക്ക് കിടക്കാൻ പറ്റുള്ളമ്മ, ഇരിക്കാൻ പറ്റുള്ളമ്മ, വലിക്കണമ്മ, കുടുകുട് വലിക്കണമ്മ, എൻ്റെ കൈ പോയമ്മ, കൈ വലിക്കണമ്മ പറഞ്ഞ വേദനയുണ്ട് അമ്മ പറഞ്ഞിട്ട് എന്നെ വിളിച്ചപ്പോഴാണ്. പിന്നെ ഞങ്ങൾ ഇന്നാണ് വെള്ളിയാഴ്ച പോകേണ്ട ദിവസം എന്നാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പോയി, സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ ഇടയിൽ പോയി. ചൊവ്വാഴ്ച പോയപ്പോഴാണ് അവർ പറഞ്ഞത് കുട്ടിക്ക് കയ്യിലേക്ക് പഴുപ്പ് പോലെ കറുപ്പ് കളറ് പഴുത്തു സ്മെല്ല് വരാൻ തുടങ്ങി. കുട്ടിൻ്റെ കൈ കൂടെ ഈച്ച പറക്കുകയാണ്. അപ്പം അപ്പോഴാണ് അവർ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് അഴിച്ചിട്ട് പിന്നെ അങ്ങനെ പുതിയതായൊരു ഒരു കെട്ട് കെട്ടിയിട്ടാണ് ഞങ്ങളെ കോഴിക്കോട്ടേക്ക് അഴിച്ചു വിട്ടത്. കോഴിക്കോട് പോയപ്പോൾ അവർ പറഞ്ഞു വേഗം ഒരു ടെസ്റ്റൊക്കെ വേഗം നടത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ പരമാവധി എന്തുവാണ് ഞങ്ങൾ ചെയ്യുക, എന്തായാലും കുട്ടിൻ്റെ കയ്യിലേക്ക് പഴുപ്പ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾക്കിത് എടുത്ത് തന്നെ തന്നെ വേണം. അതിൽ ഒരു ഇതുമില്ല. പിന്നെ പാലക്കാട്ടിലെ ഡോക്ടർ ചെയ്ത് വെറും വെട്ടിത്തരം എന്നാ പറഞ്ഞത്. അവർ എന്താണ് ഒരു കുട്ടിൻ്റെ ജീവിതമല്ലേ കളഞ്ഞിരിക്കും. കൈ മുറിച്ചു മാറ്റാതിരുന്നാൽ അണുബാധ ഹൃദയത്തെ ബാധിക്കുമെന്ന ഭയം കാരണം കുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റാൻ കുടുംബം സമ്മതിക്കുകയായിരുന്നു. കൈയിലെ മുറിവ് ശ്രദ്ധിക്കാതെ പ്ലാസ്റ്റർ ഇട്ടതാണ് കൈയിൽ പഴുപ്പ് കയറാൻ ഇടയാക്കിയത്. ജില്ലാ ആശുപത്രി അധികൃതർ കൃത്യമായി വിഷയം പരിഗണിച്ചിരുന്നുവെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലെന്നും ചികിത്സാ പിഴവാണ് മകളുടെ കൈ നഷ്ടപ്പെടാൻ കാരണമെന്നും കുടുംബം ആരോപിക്കുന്നു. കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പോലും MLA എന്ന നിലയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ശ്രമിച്ചില്ലെന്ന് മുൻ MP
രമ്യ ഹരിദാസ്. പാലക്കാട് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ നയിക്കുന്ന സ്വദേശ രക്ഷാ പദയാത്രയുടെ 1ാം ദിവസ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമ്യ ഹരിദാസ്. സർക്കാരിന്റെയും ഉദ്യോഗസ്ഥ സഹപ്രവർത്തകരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആർജവത്തോടുകൂടി നിലപാടെടുക്കുന്ന ആളാണ് ശ്രീ സുമേഷ് അച്യുതൻ. ചിറ്റൂർ നിയോജക മണ്ഡലത്തിന് ഒരു പാരമ്പര്യമുണ്ട്. കർഷകന്റെ നാടായ ഈ മണ്ണിൽ, പൊന്നു വിളയിക്കുന്ന ഈ മണ്ണിൽ ഒരു കാലത്ത് വികസനത്തിന്റെ തേരോട്ടം നടത്തിയ പ്രിയങ്കരനായ നേതാവ് ശ്രീ അച്യുതന്റെ ആ സുവർണ കാലഘട്ടം ജനങ്ങൾ കൊതിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പദയാത്ര ഇന്ന് പെരുവമ്പ് ഗ്രാമപഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്നത്. കർഷകരെ ദ്രോഹിക്കുന്ന സർക്കാരിന്റെ നടപടികൾ ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത MLA ആണ് കെ കൃഷ്ണൻകുട്ടിയെന്ന് രമ്യ ഹരിദാസ് ആരോപിച്ചു. പെരുവെമ്പ് പഞ്ചായത്തിലെ ചുങ്കത്ത് നടന്ന സമാപന സമ്മേളനത്തിൽ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. മോഹനൻ സ്വാഗതം പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറി തനികാചലം, UDF കൺവീനർ P. രതീഷ്, ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പിടികിട്ട പുള്ളിയായി കോടതി പ്രഖ്യാപിച്ച മയക്കുമരുന്ന് കേസിലെ പ്രതിയെ മേലാറ്റൂരിൽ വെച്ച് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതേ കേസിൽ 40 ദിവസത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ നിരന്തരമായി കോടതിയിൽ ഹാജരാക്കാത്തതിനെ തുടർന്ന് പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. നേരത്തെയുള്ള വിലാസത്തിൽ നിന്നും മാറി ഇയാൾ മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരിൽ വെട്ടത്തൂരിൽ വാടക വീട്ടിൽ കുടുംബവുമായി കഴിയുകയായിരുന്നു. സംസ്ഥാന ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഇയാളെ മേലാറ്റൂരിൽ എത്തി ഷൊർണൂർ പോലീസ് പിടികൂടുകയായിരുന്നു. 50 വയസ്സുള്ള അബ്ദുൾ റഹ്മാനാണ് പോലീസിന്റെ പിടിയിലായത്. ഇൻസ്പെക്ടർ V. രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ASIമാരായ K. അനിൽകുമാർ, TP രാജീവ്, CPO സജീഷ്, സബ് ഡിവിഷൻ ക്രൈം സ്ക്വാഡിലെ SCPO മുരുകൻ സഭാപതി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയയാളെ പട്ടാമ്പി എക്സൈസ് പിടികൂടി. വാടാനംകുറിശി തെക്കുമുറിപ്പറമ്പിൽ 31 വയസ്സുള്ള ഷിജുവിനെയാണ് വാടാനംകുറിശി തെണ്ടൻകോട്ടയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ യുവാവിനെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സൽമാൻ റസാലി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാം ജോസ്, അനൂപ് രാജ്, സിഞ്ചു പ്രസാദ് എന്നിവരാണ് യുവാവിനെ പിടികൂടിയത്. വിജയദശമി ദിനത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം വാടാനംകുറിശി മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പദസഞ്ചലനവും പൊതുസമ്മേളനവും നടത്തി. ജില്ലാ വ്യവസ്ഥാ പ്രമുഖ് TV പ്രസീൻ മുഖ്യപ്രഭാഷണം നടത്തി. വാടാനംകുറിശി ചെമ്മഞ്ചേരി ശിവക്ഷേത്ര പരിസരത്ത് നിന്നും പദസഞ്ചലനം ആരംഭിച്ചു. തുടർന്ന് പദസഞ്ചലനം ശിവജി നഗറിൽ സമാപിച്ചു. വിജയദശമി ദിനത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം വാടാനംകുറിശി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ശതഘോഷം 2025 എന്ന പേരിൽ വിജയദശമി മഹോത്സവം സംഘടിപ്പിച്ചത്. പൊതുസമ്മേളനത്തിൽ ജില്ലാ വ്യവസ്ഥാ പ്രമുഖ TV പ്രസീൻ മുഖ്യപ്രഭാഷണം നടത്തി. ശക്തിയുടെ ആരാധന നടക്കുന്ന ഭാരതത്തിന്റെ അങ്ങോളം ഇങ്ങോളം പല പേരുകളിൽ ആരാധന നടക്കുന്ന ആ വിജയദശമി നാളില് ആ നാഗ്പൂരിലെ ആ ചെറിയ വീട്ടിൽ യുവാക്കളോട് വിളിച്ചു കൂട്ടിക്കൊണ്ട് പരംപൂജനീയ ഡോക്ടർ ജി നമ്മൾ സംഘം തുടങ്ങുകയാണ് എന്ന് പറയുമ്പോൾ കേവലം ഒരു പ്രഖ്യാപനം മാത്രമായിരുന്നില്ല, ഒരു ദിവസത്തെ ഒരു ഉൾവിളി മാത്രമായിരുന്നില്ല എന്നുള്ളത് പരംപൂജനീയ ഡോക്ടർ ജിയെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ജന്മനാദേശഭക്തനായിട്ടുള്ള ഡോക്ടർ ജി സീതാബഡി കോട്ടയിൽ പാടുന്ന യൂണിയൻ ജാക്ക്, ആ കൊടി അതെങ്ങനെ താഴെ വലിച്ചിടാമെന്ന് തന്റെ കൂട്ടുകാരുമായി ഗൂഢാലോചന നടത്തിയിട്ടുള്ള പരംപൂജനീയ ഡോക്ടർ ജി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. CP രാമൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ രവികുമാർ സ്വാഗതവും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. എയിംസ് വിവാദങ്ങളിൽ സർക്കാരിന് താൽപര്യമില്ലെന്ന് മന്ത്രി K. രാജൻ. വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമല്ല കേരളത്തിന്റേത്. എയിംസ് വിഷയത്തിൽ കേന്ദ്രവുമായി ഒരു തർക്കവുമില്ലെന്നും ഗെയിൽ ദേശീയപാത വികസനം ഉൾപ്പെടെ അതിന് ഉദാഹരണമാണെന്നും പൊതുചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് സ്ഥലം കണ്ടെത്തിയതെന്നും മന്ത്രി K. രാജൻ തൃശൂരിൽ പറഞ്ഞു. ഈ സ്ഥാപനം തരേണ്ടത് അതാത് വകുപ്പുകളാണ്. അതാത് വകുപ്പുകളുടെ ഭാഗമായിട്ട് ഇതിനു വേണ്ടി മാത്രമല്ല, ലബോറട്ടറിയുടെ കാര്യം ദൈവം പറഞ്ഞത്, എയിംസിൻ്റെ കാര്യം ദൈവം പറഞ്ഞത്, എന്താണോ അനുവദിക്കാൻ ഉദ്ദേശിച്ചത്
ഞങ്ങളത് ഇന്ന ജില്ലയിൽ അനുവദിക്കുന്നു, ഞങ്ങൾക്ക് സ്ഥലം വേണം എന്നാവശ്യപ്പെട്ടാൽ അപ്പോൾ ഗവൺമെൻറ് പരിശോധിക്കും. സ്ഥലം അക്വസിഷൻ നടത്തിയാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥലം കൈമാറേണ്ടതാണെങ്കിലും കൈമാറും. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ റിക്വസ്റ്റ് കിട്ടണം, അഭിപ്രായ പ്രകടനം മാത്രമല്ല. കോഴിക്കോട് കണ്ടുവച്ചിട്ടുണ്ട്. അല്ല, ഞങ്ങളിപ്പോൾ അക്കാര്യത്തിൽ പ്രത്യേകമായ ഒരു അഭിപ്രായം പറയേണ്ടതല്ല. കാരണം കോഴിക്കോട് പൊതു അഭിപ്രായത്തിൽ സ്ഥലം കണ്ടുവച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഞങ്ങളെ കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഇതുവരെ ഒരു തീരുമാനവും കേന്ദ്ര ഗവൺമെൻറ് എടുത്തായിട്ട് ഞങ്ങൾക്കറിയില്ല. ഇതുവരെ ഞങ്ങളോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. കലാമണ്ഡലത്തിന് ചരിത്ര നിമിഷം. കഥകളിയിൽ ആദ്യമായി മുസ്ലിം പെൺകുട്ടി അരങ്ങേറ്റം കുറിച്ചു. 15 വയസ്സുകാരി സാബ്രിയയുടെ ചിരകാല സ്വപ്നത്തിന് നിരവധി പേർ സാക്ഷികളായി. ഇനി മുതൽ അറിയപ്പെടുന്നത് കലാമണ്ഡലം സാബ്രി. 2.5 വർഷത്തെ പഠനത്തിനു ശേഷമാണ് കഥകളിയിൽ സാബ്രി അരങ്ങേറ്റം കുറിച്ചത്. ഇനി മുതൽ കലാമണ്ഡലം സാബ്രി എന്നാണ് അറിയപ്പെടുക. വ്യാഴാഴ്ച രാത്രി ഏറെ വൈകിയാണ് പുറപ്പാട് കഥകളി കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അരങ്ങിലെത്തിയത്. സാബ്രിയോടൊപ്പം ഗായത്രി, രവി, ദർശന, ആർദ്ര, അക്ഷയ്, ജീവൻ രാജ്, അർജുൻ എന്നിവരടങ്ങുന്ന 7 അംഗ സംഘമാണ് അരങ്ങേറ്റം കുറിച്ചത്. ആദ്യ ടീമിൽ സാബ്രി അടക്കം 5 അംഗവും അതിൽ 3ാമതായി സാബ്രിയും രംഗത്ത് വന്നു. പിന്നീട് 2 പേരും അരങ്ങേറ്റം കുറിച്ചു. കലാമണ്ഡലത്തിലെ കഥകളിയിലെ എല്ലാ ആശാന്മാരും വിദ്യാർത്ഥികളും കൂടാതെ കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് ആളുകൾ അരങ്ങേറ്റം കാണാനായി എത്തിയിരുന്നു. നിരവധി വിദേശികളും ചടങ്ങിൽ സാക്ഷികളായി. കൊല്ലം ജില്ലയിലെ അഞ്ചൽ പനച്ചിവിള തേജസ്സിൽ വീട്ടിൽ പരിസ്ഥിതി ഫോട്ടോഗ്രാഫർ നിസാം അമ്മാസിൻ്റെയും അനീസയുടെയും മകൾ തട്ടമിട്ട് മൈലാഞ്ചി അണിഞ്ഞ 15 വയസ്സുള്ള സാബ്രി 10ാം തരം തെക്കൻ കഥകളി വിദ്യാർത്ഥിയാണ്. ഇങ്ങനെയൊരു അസുലഭ നിമിഷം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ഇനിയും നിരവധി പാഠങ്ങൾ കഥകളിയിൽ പഠിക്കാനുണ്ടെന്നും അതെല്ലാം പഠിച്ചതിനു ശേഷമേ കലാമണ്ഡലത്തിൽ നിന്ന് പോവുകയുള്ളൂ എന്ന് പിതാവ് നിസാം അമാസ് പറഞ്ഞു. അവിടെ നിന്ന് കലാമണ്ഡലത്തിൻ്റെ കൂത്തമ്പലത്തിൽ വെച്ച് അരങ്ങേറ്റം കുറിക്കുകയാണ്. അവൾ ഇവിടെ 8ാം തരത്തിൽ പഠിക്കാൻ കയറുകയും അതേപോലെ തന്നെ ഈ 10ാം തരമായപ്പോൾ അവളുടെ കഥകളിയുടെ അരങ്ങേറ്റമാണ്. ഇനി തുടർ പഠനം ഇവിടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അതിനിടയിൽ ഇന്ന് വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. അവളുടെ ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക, അവളുടെ ഇഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ അവളുടെ ആഗ്രഹത്തിൻ്റെ ഒരു സഫലീകരണമായിരുന്നു. വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും കലാമണ്ഡലത്തിൽ ഇന്നൊരു അവസരം കിട്ടിയതിലുള്ള ഒരു സ്നേഹവും നന്ദിയെല്ലാം ഈ അവസരത്തിൽ പറയുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂർ പഞ്ചായത്തിനെതിരെ പഞ്ചായത്ത് അംഗം നിയമയുദ്ധത്തിലേക്ക്. ഗ്രാമപഞ്ചായത്തിനെതിരെ ചില അഴിമതികൾ തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരാവകാശത്തിന് ശരിയായ മറുപടി നൽകുന്നില്ലെന്ന് വാർഡ് അംഗം VM അൻവർ സാദിഖ് പറഞ്ഞു. ജൂലൈ മാസം 23-ന് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന് നൽകിയ വിവരാവകാശത്തിനുള്ള മറുപടിയിലാണ് വ്യക്തത വരുത്തി നൽകാതെ തന്നെ വലപ്പിക്കുന്നതെന്ന് പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ്. 2.5 മാസത്തോളമായി ശരിയായ മറുപടി നൽകാതെ രേഖകൾക്ക് പകരം അവിടെ പോയി പരിശോധിക്കാം എന്നാണത്രേ മറുപടിയായി നൽകുന്നത്. ഇത് തികച്ചും വിവരാവകാശ നിയമത്തിന് എതിരാണെന്ന് പഞ്ചായത്ത് അംഗം പറഞ്ഞു. ഇതിനെതിരെ ബന്ധപ്പെട്ടവർക്ക് വീണ്ടും പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ ഹൈക്കോടതിയിൽ നിയമയുദ്ധത്തിന് പോകാനും തയ്യാറായിരിക്കുകയാണ്. ഒരു പഞ്ചായത്ത് അംഗത്തിന് ഇതാണ് സ്ഥിതിയെങ്കിൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? പഞ്ചായത്ത് സെക്രട്ടറിയുടെ തെറ്റായ ഈ നടപടിക്ക് എതിരെ നിയമയുദ്ധം നടത്തും. നീതി കിട്ടുന്നതുവരെ പോരാടുമെന്ന് അൻവർ സാദിഖ് പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയും അവരുടെ പക്ഷപാതത്വത്തിനെതിരെയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. 23/7/2025 ജൂലൈ മാസത്തിൽ ഞാൻ കൊടുത്ത വിവരാവകാശത്തിന് മറുപടി തരാതെ ഉഡായിപ്പുകളുമായി പഞ്ചായത്ത് സെക്രട്ടറി അവഹേളിക്കുകയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വിവരാവകാശം 23/7/2025 കൊടുത്തതിന്
ആദ്യം പറഞ്ഞു 3 രൂപ കൊടുത്താൽ അതിന്റെ പകർപ്പ് തരാമെന്നും വന്ന് പരിശോധിക്കാമെന്നും പറഞ്ഞപ്പോൾ ഞാൻ എത്ര രൂപ വേണമെങ്കിലും തരാൻ തയ്യാറാണെന്നും എനിക്ക് പരിശോധിക്കുകയല്ല പകർപ്പാണ് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കത്ത് കൊടുത്തു. ആ കത്ത് കൊടുത്തപ്പോൾ വീണ്ടും അത് തരാതിരിക്കാൻ 5 വർഷത്തെ അല്ലെങ്കിൽ ഈ രേഖകളൊന്നും അവിടെ ഇല്ല എന്നും അവർക്ക് തിരക്കാണ് എന്നും വിവരാവകാശത്തിന് മറുപടി തരാൻ തയ്യാറില്ല എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി തന്നിരിക്കുന്നത്. ഇതിനെതിരെ നമ്മൾ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അപ്പീൽ അധികാരിക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടാതെ ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകരുമായി സംസാരിച്ച് വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ നടപടിക്കെതിരെ, ഈ തെറ്റായ ഈ നടപടിക്കെതിരെ നമ്മൾ ഹൈക്കോടതിയിലേക്ക് പോകാൻ തയ്യാറായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഇസ്രായേൽ ഭീകരതയ്ക്കെതിരെ പെരിങ്ങോട്ടുകുറിശി പിലാപ്പുള്ളി സുന്നി മഹല്ല ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. ഗാസയ്ക്ക് ഐക്യദാർഢ്യവുമായി ജുമാ നമസ്കാരത്തിന് ശേഷം പ്രത്യേക പ്രാർത്ഥനയും ഐക്യദാർഢ്യ പ്രതിജ്ഞയും നടത്തി. പിലാപ്പുള്ളി മഹല്ല പ്രസിഡന്റ് മക്കി കലിങ്കൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മഹല്ല ഖത്തീബ് സയ്യിദ് അൻവരി പ്രാർത്ഥന നടത്തി. മഹല്ല സെക്രട്ടറി യൂസഫ്, ഭാരവാഹികളായ കുഞ്ഞുമരക്കാർ ഹാജി, മുഹമ്മദ് ഇസ്മായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി പേർ പങ്കെടുത്തു. സുന്നി മഹല്ല ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് മുള്ളൂർക്കര ജുമാ മസ്ജിദ് അങ്കണത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ കോർണർ സംഘടിപ്പിച്ചു. ചടങ്ങിൽ വിവിധ അവാർഡുകൾ കരസ്ഥമാക്കിയ പള്ളി ഭാരവാഹികളെ ആദരിച്ചു. മഹല്ല് പ്രസിഡന്റ് സയ്യിദ് MP കുഞ്ഞിക്കോയ തങ്ങൾ ഐക്യദാർഢ്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മഹല്ല് ഖത്തീബ് A അഷ്റഫ് ദാരിമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഞങ്ങൾക്കുള്ള സഹോദരന്മാരെ നീ സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ആമീൻ നീ സ്വീകരിക്കണം തമ്പുരാനെ. അല്ലാഹുവേ അവർ ഞങ്ങളുടെ സഹോദരന്മാരാണ്, സഹോദരിമാരാണ്, ഞങ്ങൾക്കുള്ള പിതാക്കന്മാരാണ് റബ്ബേ. അല്ലാഹുവേ നിന്റെ സഹായമല്ലാതെ മറ്റൊരു സഹായം അവർക്കില്ല നാഥ. അവരെ നീ സഹായിക്കണേ റബ്ബേ. അൽ ഹാക്കിമി ബിരുദം നേടിയ മഹല്ല് ജനറൽ സെക്രട്ടറി KM ഉമർ മാസ്റ്ററെയും മഹാത്മജി പുരസ്കാർ ജേതാവ് ഡോക്ടർ ബഷീർ അഹമ്മദ് ബുർഹാനിയെയും മഹല്ല് കമ്മിറ്റിയുടെയും മഹല്ല് യൂത്ത് ഫെഡറേഷൻ്റെയും നേതൃത്വത്തിൽ ആദരിച്ചു. പള്ളി ട്രഷറർ CM ഷംസുദ്ദീൻ, മറ്റു ഭാരവാഹികളായ PA അബ്ദുസലാം, PS അബൂബക്കർ, AH മുഹമ്മദ്, AM ഹാരിസ്, KM അബ്ദുറസാഖ്, KM അബ്ദുസലാം, AM അഹമ്മദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധിജിയുടെ 100 സമ്പൂർണ്ണ കൃതികൾ കുഞ്ചൻ സ്മാരക വായനശാലയ്ക്ക് കൈമാറി. റിട്ടയേർഡ് അധ്യാപകൻ പെരൂർ സ്വദേശി ഗോപാലകൃഷ്ണനാണ് വായനശാലയ്ക്ക് പുസ്തകങ്ങൾ കൈമാറിയത്. കുഞ്ചൻ സ്മാരക വായനശാല ഭാരവാഹികളായ K ഹരി, CK ശിവദാസ്, P പ്രദീപ്, AR രാജേഷ് എന്നിവർ ചേർന്ന് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. മുൻ അധ്യാപകൻ T ഷറഫുദ്ദീൻ, സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി, ഡോക്ടർ സദനം ഹരികുമാർ, കുന്നിൽ വിജയൻ, CK ശിവദാസ്, മുരളി മങ്കര, വിനോദ് മങ്കര, സതീഷ് കൊയിലത്ത് എന്നിവർ സംസാരിച്ചു. He is almost 28, like that. Just reverse that. So I really do prostrations at his lotus feet, and the whole family and whoever are related to Government High School of Mangara for getting the foundational knowledge of our life. Our schools have really given us. പേരൂർ ഗോപാലകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. പേരൂർ ഗോപാലകൃഷ്ണനെ ശിഷ്യന്മാർ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഖതമുൽ ഖുർആൻ ദുവാ മജ്ലിസും ടാലന്റ് മീറ്റും ചെറുതുരുത്തി നൂറുൽ ഹുദ എഡ്യൂക്കേഷൻ സെന്ററിൽ നടന്നു. 7 വിദ്യാർത്ഥികൾ ഖുർആൻ മനഃപ്പാഠമാക്കി. സന്ദേശമായി നൽകുന്ന ഉജ്ജ്വലവും യഥാർത്ഥവുമായ ആ വിശുദ്ധമായ ഇസ്ലാമിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇരു ലോകത്തും വിജയം കഴിക്കാൻ കഴിയാവുന്നതാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനിൻ്റെ അധിഷ്ഠിതമായ ജീവിതം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ നമുക്ക് ഇരു ലോകത്തും വിജയിക്കാൻ കഴിയും. നശ്വരമാകുന്ന ഈ ലോകത്തെ ചുരുങ്ങിയ ആയുസ് മാത്രം മുന്നോട്ട് വെക്കുന്ന നമ്മളൊക്കെ ഏറ്റവും വലിയ ഒരു ലോകത്തേക്കുള്ള യാത്രക്കുള്ള തയ്യാറെടുപ്പ്. ജനറൽ സെക്രട്ടറി PA അലി പറ്റേൽ അധ്യക്ഷത വഹിച്ചു. അൻവർ ഫൈസി കാഞ്ഞിരപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി. ഹിഫ്ള് പ്രിൻസിപ്പൽ ഹാഫിൽ ഉമർ അൻസുരി ആമുഖ പ്രഭാഷണം നടത്തി.
കലാമുന എന്ന നാമധേയത്തിൽ 2 ഗ്രൂപ്പുകളിലായി വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തപ്പെട്ട 40-ൽ പരം പരിപാടികളിൽ ഫാൽക്കൺ ഗ്രൂപ്പ് 1-ാം സ്ഥാനവും ഫിനിക്സ് ഗ്രൂപ്പ് 2-ാം സ്ഥാനവും നേടി. മുഴുവൻ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം MP കുഞ്ഞിക്കോയത്തങ്ങൾ, PA അലി പറ്റേൽ എന്നിവർ നിർവഹിച്ചു. പ്രിൻസിപ്പൽ അഷ്കർ അലി അൻവരി സ്വാഗതവും അധ്യാപകൻ മുബഷീർ അൻവരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 2 ദിവസങ്ങളിലായി നടന്നിരുന്ന പാലക്കാട് മുട്ടിക്കുളങ്ങര AKP 1990 ബാച്ചിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സ്നേഹസംഗമം സമാപിച്ചു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംഗമത്തിൽ എത്തിയിരുന്നു. റിട്ടയർഡ് SI വിജയൻ വട്ടിയൂർക്കാവ് ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കോർഡിനേറ്റർ റിട്ടയർഡ് SI IK നാരായണൻ അധ്യക്ഷത വഹിച്ചു. കവിതാരംഗത്ത് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ച റിട്ടയർഡ് SI ജയചന്ദ്രൻ തിരുവനന്തപുരത്തെ, ജോയിന്റ് കൺവീനർ P ഹംസ ഷൊർണൂർ പൊന്നാടയണിയിക്കുകയും മെമ്മന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. തുടർന്ന് മുഖ്യപ്രഭാഷണം അദ്ദേഹം നിർവഹിച്ചു. മറ്റു ഭാരവാഹികളായ ബാലൻ കാസർഗോഡ്, സുനിൽ രാജ് പത്തനംതിട്ട, കൃഷ്ണൻകുട്ടി പാലക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ട്രെയിനിങ് ചെയ്ത് പോലീസായി അവിടെ നിന്ന് മറ്റു ഡിപ്പാർട്ട്മെന്റിൽ പോയ 2 പേരാണ്. അന്ന് നമ്മുടെ അധ്യക്ഷനായ നാരായൺജിയും അതുപോലെ നമ്മുടെ കാര്യമുള്ള ജോഗന്മാരും. അവരുടെ കൂട്ടായ്മ പോകില്ല, പക്ഷെ അവർ വരുന്നത് ഈ കൂട്ടായ്മ 2 വർഷം അവർ പോലീസ് ജോലി ചെയ്തു. ഇപ്പോഴും അവർ ഇതിനകത്ത് താല്പര്യമായിട്ട് വരുന്നത് അതിന്റെ ആ ദൃഢത, നമ്മുടെ പോലീസിനകത്തുള്ള ട്രെയിനിങ്ങിന്റെ ഒത്തൊരുമ, ആ ദൃഢത എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. നമ്മൾ വീണ്ടും പോലീസിൽ തുറന്നു, പക്ഷെ അവര് ഡിപ്പാർട്ട്മെന്റ് മാറിയിട്ടും നമ്മുടെ ഈ കൂട്ടായ്മ വരുന്നത്. കൺവീനർ CK ആന്റണി സ്വാഗതവും U രാജൻ തൃശൂർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാണിയംകുളം പഞ്ചായത്തിലെ മണപ്പുള്ളിക്കാവ് റോഡ് കോൺക്രീറ്റ് ചെയ്തു. 3.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. 12ാം വാർഡ് മെമ്പർ ആശാദേവിയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ റോഡ് ഉദ്ഘാടനം നിർവഹിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ 6ാം വാർഡിൽ ചെമ്മുകയിൽ നിർമ്മിച്ച പകൽ വീടിന്റെ പ്രവർത്തനോദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡംഗം P പാഞ്ചാലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് അംഗം ജിത്തു സംസാരിച്ചു. പ്രദേശത്തെ വയോധികരായ വീട്ടമ്മമാർ ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചായത്തിലെ 60 കഴിഞ്ഞ വയോധികർക്ക് വേണ്ടിയാണ് പകൽ വീട് സ്ഥാപിച്ചിരിക്കുന്നത്. 2019 ഉദ്ഘാടനം കഴിഞ്ഞ പകൽ വീട് വർഷങ്ങളായി പൂട്ടിക്കിടക്കുകയായിരുന്നു. കാട് നിറഞ്ഞ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരുന്നു. പുതിയ ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിലാണ് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. പ്രവർത്തനം തുടങ്ങിയതോടെ വരും ദിവസങ്ങളിൽ ആവശ്യമുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും പകൽ വീടിൽ പ്രത്യേക പരിശീലനം നൽകിയ ജീവനക്കാരിയെ നിയോഗിച്ചതായും പ്രസിഡന്റ് ഗോകുൽദാസ് അറിയിച്ചു. 2019 ആ കല്ല് അവിടെ കാണാം. 2019 ഇത് ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ പകൽ വീട്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കിതിന്റെ മോട്ടോർ കണക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ കുറച്ച് കാലതാമസം വന്നിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ എന്താണ് ഈ പകൽ വീട്, എന്തിനാണ് ഈ പകൽ വീട് എന്നാണ് ഇപ്പൊ നമ്മളൊക്കെ ആലോചിക്കേണ്ടത്. എന്താ പുതപ്പുകൊണ്ടൊക്കെ നമുക്ക് ഉപകാരം എന്ന് ചോദിച്ചാൽ. ന്യൂസ് ബ്യൂറോ, പതിരിപ്പാല. ഷൊർണൂർ കാരക്കാട് ജീവിത ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നവരാത്രി ആഘോഷം നടത്തി. ആഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷന്റെ കീഴിലുള്ള വേദ പഠിതാക്കളുടെ നേതൃത്വത്തിൽ 6 തവണകളിലായി മഹാസരസ്വതി യജ്ഞം നടത്തി. ചന്ദ്രൻ വൈദിക്, ഹരീഷ് V ബാബു, പ്രിയ PS, ജീവിത ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് സംയുക്ത KV എന്നിവർ സംസാരിച്ചു. ഷൊർണൂർ മാരിയമ്മൻ ക്ഷേത്രത്തിൽ ആദ്യമായി ഒരുക്കിയ ബൊമ്മക്കൊലുസ് 15 വർഷമായി മുതലിയാർ തെരുവിൽ റിട്ടയർഡ് റെയിൽവേ ജീവനക്കാരനായ രാധാകൃഷ്ണന്റെ വീട്ടിൽ ഒരുക്കിയ ബൊമ്മക്കൊലുവും ജീവിത അംഗങ്ങൾ സന്ദർശിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റുലി. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് കേന്ദ്രം അനുവദിച്ചത് 260 കോടി രൂപ മാത്രം. 2221 കോടിയാണ് കേരളം ആവശ്യപ്പെട്ടത്. ഇതിന്റെ പകുതി പോലും അനുവദിക്കാത്തത് കടുത്ത അവഗണനയല്ലേ? അതോ കൃത്യമായ കണക്ക് സമർപ്പിക്കുന്നതിൽ കേരളത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ? മാറ്റിലി കാണാം. വയനാട്ടിലെ മുണ്ടക്കയിലുണ്ടായിട്ടുള്ള ദുരന്തം അത് സമാനതകളില്ലാത്ത വലിയൊരു ദുരന്തമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ആ ദുരന്തം ഉണ്ടായ സമയം മുതൽ വലിയ ഒരു ഇടപെടൽ അതിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അത് ഈ ബെയിലി പാലം നിർമ്മാണം ഉൾപ്പെടെ ഉള്ള എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ പട്ടാളത്തെ ഇറക്കിയാണെങ്കിലും മറ്റുള്ള എല്ലാ സഹായങ്ങൾക്കും ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ അവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ 260 കോടി രൂപയാണ് 2ാം ഘട്ടം എന്ന രീതിയിലാണ് അനുവദിച്ചിട്ടുള്ളത്. ആദ്യം ഏതാണ്ട് 530 കോടി രൂപ വേണം
സ്പെഷ്യൽ അസിസ്റ്റന്റ് ഫണ്ട് എന്ന രീതിയിൽ, അതായത് തിരിച്ചടയ്ക്കേണ്ടതായിട്ടുള്ള ഒരു തുക തന്നെയാണ്. പക്ഷേ ഇതിന് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് അതിന്റെ കാര്യപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വയനാടിന്റെ വികസന പ്രവർത്തനം എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ഈ പുനരധിവാസം അത് പല തരത്തിലാണ്. വെറും കേവലം വീട് നിർമ്മാണം എന്നതിനപ്പുറം അവിടെ ഒരു വലിയ മറ്റൊരു മുണ്ടക്കയെ അവിടെ രൂപീകരിക്കുകയാണ്. അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി അതിന് കൃത്യമായിട്ടുള്ള എല്ലാ മേഖലകളിലും, വ്യവസായമായ സ്ഥാപനങ്ങളാണെങ്കിലും മറ്റു ബാങ്ക് പോലുള്ള കുട്ടികളുടെ പാർക്ക്, അങ്ങനെ മറ്റൊരു മുണ്ടക്കയെ രൂപീകരിക്കുന്ന രീതിയിലുള്ള കാര്യപ്രവർത്തനങ്ങളാണ് അവിടെ നടക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് ഓരോന്നിനും ഘട്ടം ഘട്ടമായിട്ടുള്ള തുകകളാണ് അവിടെ അനുവദിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ 529 കോടി രൂപ, ഏതാണ്ട് 530ഓളം കോടി രൂപ സ്പെഷ്യൽ അസിസ്റ്റന്റ് ഫണ്ടായി കൊടുത്തത് 50 വർഷത്തിൽ തിരിച്ചടയ്ക്കാവുന്ന പലിശരഹിത വായ്പയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ അത് കൊടുക്കുന്ന സമയത്ത് എന്തുകൊണ്ട് അത് ഒരു ലോണായിട്ട് അനുവദിച്ചു എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ടാവാം. പക്ഷെ ആ തുക അനുവദിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യക്രമങ്ങൾ ചെയ്യുന്നതിനാണ്. അവിടെ മറ്റുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നാണ് അവിടെ തിരിച്ചടക്കേണ്ടതായിട്ട് വരേണ്ടത്. അതും 50 വർഷത്തിനുള്ളിലാണ് ചെയ്യേണ്ടത്. അപ്പം അതൊക്കെ കാര്യക്രമങ്ങൾ അതത് സമയത്ത് സമയബന്ധിതമായിട്ട് തന്നെ നടക്കും. ഇവിടെ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഏതാണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 780 കോടി രൂപയോളം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയിട്ടുണ്ട്, സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. ആ തുക എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന സമയത്ത് ഇപ്പോഴും ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുന്ന ഒരു സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ്, 9 വയസ്സുകാരിയുടെ വലതു കൈ മുറിച്ചുമാറ്റി. ചികിത്സാ പിഴവ് മറച്ചുവെക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചതായി ആരോപണം. കുട്ടിക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് കുടുംബം. മന്ത്രി കെ കൃഷ്ണൻകുട്ടി കർഷകരെ വഞ്ചിച്ചെന്ന് മുൻ MP രമ്യ ഹരിദാസ്. MLA എന്ന നിലയിൽ കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പോലും മന്ത്രി ശ്രമിച്ചില്ല. ചിറ്റൂരിൽ കോൺഗ്രസിന്റെ സ്വദേശ രക്ഷാ പദയാത്ര പ്രയാണം. എയിംസ് വിവാദങ്ങളിൽ സർക്കാരിന് താൽപര്യമില്ലെന്ന് മന്ത്രി കെ രാജൻ. വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന സമീപനമല്ല കേരളത്തിന്റേതെന്നും മന്ത്രി. എയിംസ് വിഷയത്തിൽ കേന്ദ്രവുമായി ഒരു തർക്കവുമില്ലെന്നും പൊതുചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് സ്ഥലം കണ്ടെത്തിയതെന്നും കെ രാജൻ. മയക്കുമരുന്ന് കേസിൽ പിടികിട്ടാപ്പുള്ളിയായി കോടതി പ്രഖ്യാപിച്ച കേസിലെ പ്രതിയെ മേലാറ്റൂരിൽ വെച്ച് ഷൊർണൂർ പോലീസ് പിടികൂടിയത് ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി നേരത്തെയുള്ള വിലാസത്തിൽ നിന്നും മാറി മേലാറ്റൂരിൽ വാടക വീട്ടിൽ കുടുംബത്തോടൊപ്പം ഒളിവിൽ കഴിയുന്നതിനിടെ. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കയ്യിൽ വെച്ച് വിൽപ്പന നടത്തുകയായിരുന്ന വാടാനംകുറിശി സ്വദേശി എക്സൈസിന്റെ പിടിയിൽ. RSS 100ാം വാർഷികത്തിന്റെ ഭാഗമായി 1 വർഷം നീളുന്ന പരിപാടികൾക്ക് തുടക്കം. വിജയദശമി സായാഹ്നത്തിൽ സംഘടനയുടെ കരുത്തറിയിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ പഥസഞ്ചലനം. കേരള കലാമണ്ഡലത്തിന് ചരിത്ര നിമിഷം. കഥകളിയിൽ മുസ്ലിം പെൺകുട്ടി അരങ്ങേറ്റം കുറിച്ചു. 15-കാരി സാബ്രി ഇനി മുതൽ കലാമണ്ഡലം സാബ്രി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.